ഹലോ അപ്പാനി ശരത്ത്. പൊന്നപ്പാനി ഡബിൾ സ്റ്റാൻഡ് കളിക്കരുത്, ഓക്കെ? ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ, ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാണ്ട് ഇപ്പുറത്തൊന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് പോയിട്ട് വേറെ ഒന്ന് ചെയ്യരുത്. അല്ലെങ്കിലേ നെഗറ്റീവാണ് പുറത്ത് മൊത്തം. ഈ ഡബിൾ സ്റ്റാൻഡ് പരിപാടിയും കൂടെ കാണിച്ച് അതിൻ്റെ അപ്പുറത്തെ പണി മേടിക്കും. ആദിലയുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് നിന്നോട് മിണ്ടാതെ പറ്റത്തില്ല, ചക്കയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും അനുവിൻ്റെയും വിഷയത്തിൽ അപ്പാനി ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അനുമോള് കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും കേട്ടോണേ. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറ, നീ എന്തിനാ അതിനെ പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ പേരിലൊരു വാക്ക് തർക്കം ഉണ്ടാവുന്നുണ്ട്. അനുമോളെ സപ്പോർട്ട് ചെയ്ത് അവൾ കള്ളം പറയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജിസേലിനോടുള്ള ഒരു വാക്ക് തർക്കം. അതായത് നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ പേടിക്കേണ്ട, ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പേടിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് അപ്പാനിയുടെ ഇവിടത്തെ സംശയം. അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണേ, അത് ഓർത്ത് വെക്കണം കേട്ടോ. എൻ്റെ അപ്പാനി കുറച്ച് മുമ്പ്, വെറും സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് മുമ്പാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോള് കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാന്നൊക്കെ പറഞ്ഞങ്ങ് അവളെ സപ്പോർട്ട് ചെയ്തത്. ജിസേലിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരെ തല തിരിച്ചായി. ഉളുപ്പ് വേണം മനുഷ്യ, കുറച്ച് ഉളുപ്പ് കേട്ടോ. ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ മാത്രം നിന്ന് സപ്പോർട്ട് ചെയ്യും, അല്ലാണ്ട് ഇപ്പുറത്തൊന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വേറൊരു കാര്യം പറയരുത്. അങ്ങനെ പറയുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ഓൾറെഡി നെഗറ്റീവ് ഇമേജാണ്, എവിടെയും പോസിറ്റീവ് ഇമേജ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി വല്ല ആർമീസിനെയോ അല്ലെങ്കിൽ PR-നെ വല്ലതും ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പറയാൻ പറ്റാഞ്ഞിട്ടാണെങ്കിൽ പോലും അവർ സപ്പോർട്ട് ചെയ്യും. PR ആണല്ലോ, ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ പുറത്ത് വേറെ എവിടെയും മൊത്തം നെഗറ്റീവ് അപ്പാനി കേട്ടോ. ഇപ്പം അകത്തോട്ട് കയറിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരോടൊന്ന് കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലാണ്ട് അവിടെ ഇവിടെയും ഡബിൾ സ്റ്റാൻഡ് കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു ഇമേജ് അപ്പാനിക്ക് കിട്ടും. ഇനിയിപ്പോൾ അനുമോള് പറഞ്ഞത് സത്യമോ കള്ളോ എന്തേലും ആവട്ടെ, ജിസേൽ പറഞ്ഞത് ശരിയോ കള്ളോ അതും എന്തേലും ആവട്ടെ, ഡബിൾ സ്റ്റാൻഡ് കളിക്കരുത്. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ച് നിന്ന് ആ സ്റ്റാൻഡുമായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. അല്ലാണ്ട് ഡബിൾ സ്റ്റാൻഡ് കളിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് അധികം കാലം വിചാരിക്കേണ്ട കേട്ടോ. പണി ഏതൊക്കെ ഭാഗത്തുനിന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ശരി എന്നാ, ടാറ്റാ.